ഒരു മുസ്ലിമായ പെണ്ണിന്റെ നിക്കാഹിന്റെ ആ സദസ്സിൽ നിങ്ങൾ പങ്കാളിത്തം വഹിച്ചാൽ വഹുവ ഖായിദുൻ ഫീ റഹ്മത്തില്ലാഹ്, അവൻ അല്ലാഹുവിന്റെ കാരുണ്യത്തിലാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. വിവാഹത്തിൽ പങ്കെടുക്കുന്നവർക്കും വിവാഹത്തിൽ സന്നിഹിതരാകുന്നവർക്കും അല്ലാഹുവിന്റെ റഹ്മത്തുണ്ട്, കാരുണ്യമുണ്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി. കല്യാണത്തിൽ പോകുന്നവർ ചാപ്പാടിക്കലല്ല, ചാപ്പാടടിക്കാൻ പോകുന്നവർക്കല്ല. നിക്കാഹ് നടക്കുമ്പോൾ നിക്കാഹിന്റെ സദസ്സിൽ അവിടെ ഇരിക്കണം, അതിന് സാക്ഷ്യം വഹിക്കണം. അവർക്കും അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുമെന്ന് നബി റസൂലുള്ളാഹി. വഹുവ ഖായിദുൻ ഫീ റഹ്മത്തില്ലാഹ്. എല്ലാ അമലുകളും മരിക്കലോടെ അവസാനിക്കും, നിക്കാഹ് മരിക്കലോടെ അവസാനിക്കുന്നില്ല. അതാണ് ഒരാൾ മരിച്ചാൽ നമസ്കാരം തീർന്നു, അവന്റെ നോമ്പ് അവസാനിച്ചു, അവന്റെ സക്കാത്ത്, അവന്റെ സദഖ, അവന്റെ ഹജ്ജ്, അവന്റെ സകലമാന നന്മകളും ഈ ദുനിയാവിൽ അവൻ മരിക്കുന്നതോടെ അവസാനിക്കും. എന്നാലോ ഒരു വിവാഹിതയായ സ്ത്രീ പുരുഷന്മാരാണോ ദമ്പതികളാണോ അവർ മരണത്തോടെ അവസാനിക്കുന്നില്ല. അവരെ അല്ലാഹു ഒരുമിച്ച് കൂട്ടുന്നത് സ്വർഗലോകത്താണ് കേട്ടോ. സ്വർഗലോകം വരെ എത്തുന്ന ഒരു കർമ്മമാ വൈവാഹിക ജീവിതം, ദാമ്പത്യ ജീവിതം. അത് ദുനിയാവിൽ വെച്ച് അസ്തമിച്ചു പോകുന്ന കർമ്മമല്ല. അതുകൊണ്ട് അത് കുടുംബ ജീവിതം ഒരു ഇബാദത്താണ്, ആരാധനയാണ് കേട്ടോ. അതതിന്റെ മഹത്വത്തോടുകൂടി കാണണേ. ആഡംബരങ്ങളും അനാചാരങ്ങളും അനാശാസ്യ പ്രവർത്തനങ്ങളും ആ വൈവാഹിക ജീവിതത്തിൽ നിങ്ങൾ ഒഴിവാക്കണമേ. കുടുംബജീവിതം ആ ഇബാദത്ത് അനുസരിച്ച് വേണം ആ കുടുംബജീവിതം നയിക്കാൻ. അതല്ലാതെ ആവശ്യമില്ലാത്ത പണിയെടുത്തു കഴിഞ്ഞാൽ അള്ളാന്റെ ശാപം ഉണ്ടാവും. അതുകൊണ്ട് കുടുംബജീവിതം, ദാമ്പത്യ ജീവിതം അത് ഇവിടെ വെച്ച് അവസാനിക്കില്ല, സ്വർഗം വരെ എത്തും. കാരണം സ്വർഗം കൊണ്ട് തുടങ്ങിയ കർമ്മമാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ബീവി ഹവ്വായിലൂടെ സ്വർഗം കൊണ്ട് തുടങ്ങിയ കർമ്മമാണ്. അത് അവസാനിക്കുന്നത് സ്വർഗത്തിലേക്കാണ് കേട്ടോ. അതാണ് മസ്കൻ, സുകൂൻ, സക്കീന എന്നൊക്കെ അല്ലാഹു തആല പഠിപ്പിച്ചത്. എന്താ ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ അവളെ കൊണ്ട് നമുക്കൊരു സന്തോഷം ഉണ്ടാകണം, അതാണ് പെണ്ണ്. അതിനാണ് വീട്, മസ്കൻ എന്ന വീടിന് പേരിട്ടത്. എന്താ, അതൊരു സക്കീനത്തായ ഒരു പെണ്ണ് നമുക്ക് കൂടെ ഉണ്ട്, നമ്മുടെ കൂട്ടത്തിൽ ഒരു തുണയുണ്ട്, ഒരു ഇണയുണ്ട്. അതുകൊണ്ടാണ് ആ വീടിന് മസ്കൻ എന്ന പേരിട്ടത്. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ. അല്ലാഹു ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ലോകത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നു. ആകാശവും അനന്തകോടി താരകങ്ങളും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. ആകാശ നീലിമയിലൂടെ പാറിപ്പറക്കുന്ന പക്ഷിപരവാദികളുടെ ചിറകടികളും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. പ്രവിശാലമായ ഭൂമി അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാ. ആർത്തിരമ്പുന്ന അട്ടഹസിക്കുന്ന ഈ സമുദ്രവും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമല്ലേ. ആ സമുദ്രത്തിന്റെ അഗാധ ഗർത്തത്തിലൂടെ നീന്തി തുടിക്കുന്ന ഭീമാകാരങ്ങളായ നീലത്തിമിംഗലം മുതൽ സൂക്ഷ്മദർശിനിയിലൂടെ പോലും തന്റെ നേത്രങ്ങളെ കൊണ്ട് കാണാൻ കഴിയാത്ത വിധത്തിലുള്ള അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ പോലും അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ് കേട്ടോ. അതിൽ നിന്നുമുള്ള ഒരു ദൃഷ്ടാന്തമാ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചത്, അതും ഒരു ദൃഷ്ടാന്തമാണ് കേട്ടോ. ഒരുപാട് ദൃഷ്ടാന്തങ്ങളെ അല്ലാഹു പരിചയപ്പെടുത്തി. അതിൽ ഒരു ദൃഷ്ടാന്തമാണ് ആണ് പെണ്ണ്, ഭാര്യ ഭർത്താവ്, കുടുംബജീവിതം. അതിലൊരു ദൃഷ്ടാന്തമാണ്. അത് ചെറിയ കാര്യമല്ല. അല്ലാഹു നമ്മളൊരു ദൃഷ്ടാന്തമാക്കിയിട്ടാണ് ഈ ഭാര്യ ഭർത്താവിനെ അവതരിപ്പിക്കുന്നത്. ഒരു ദൃഷ്ടാന്തമാക്കിയിട്ടാണ് അല്ലാഹു തആല നമുക്കിവിടെ അവതരിപ്പിച്ചത് ഭാര്യ ഭർത്താവിനെ. ചെറിയ കാര്യമല്ല കേട്ടോ, വലിയ കാര്യമാണ്. നമ്മൾ ഈ കാണിക്കുന്ന പൂത്തിരി കത്തിക്കലും പടക്കം പൊട്ടിക്കലും ഈ കൊട്ടിക്കോശിക്കലും ഒന്നുമല്ല സംഭവം, ഒന്നുമല്ല. സ്വർഗത്തിലെത്തുന്ന പണിയാണിത്, സ്വർഗത്തിലെത്തുന്ന കർമ്മമാണ്. സംശുദ്ധമായ ലൈംഗിക ജീവിതമാണ്. ഹറാമായ പ്രവർത്തികളെ എല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഹലാലായ ഒരു ജീവിതത്തിലേക്ക് തുടക്കം കുറിക്കുന്ന ഒരു വലിയ ഒരു കർമ്മം. അതാണ് കുടുംബജീവിതം.
അത് ഇബാദത്താണ്. അതില്ലാതെ ഒരു അമലും അല്ലാഹു കൂടുതൽ സ്വീകരിക്കുകയില്ല. ആ കുടുംബ ജീവിതത്തോടു കൂടിയാണ് ഇവന്റെ ദീനിന്റെ പൂർത്തീകരണത്തിലേക്ക് ഇവൻ കാലെടുത്ത് വെക്കുന്നത്. അതുവരേക്കും അവന്റെ ദീൻ പൂർത്തിയാവുന്നില്ല. കാരണം എന്താ? നമസ്കരിക്കാൻ കൈകെട്ടുമ്പോ വേറെ പെണ്ണിനെ കുറിച്ചുള്ള ചിന്ത, കൈകെട്ടുമ്പോ ആണിനെ കുറിച്ചുള്ള ചിന്ത, ഹറാമായ ചിന്തകൾ, ഇത് മുഴുവനും നമ്മുടെ മുന്നിലേക്ക് വരുന്നു. ഇതിന് പരിസമാപ്തി ഹലാലായിട്ട് ഒരു ആണിനെ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുക. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സഹാബാക്കൾ നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരുമ്പോ, തറാവീഹ് നമസ്കരിക്കാൻ വേണ്ടി വരുമ്പോ അവർ ഭാര്യയുമായി ഇണ ചേർന്നിട്ടാണ് പള്ളിയിലേക്ക് കടന്നു വരിക. കൂടുതൽ സമയം പള്ളിയിൽ ഇബാദത്ത് ചെയ്യണമെങ്കിൽ, തറാവീഹ് നമസ്കാരം മണിക്കൂറുകളോളം അവർ പള്ളിയിൽ കഴിഞ്ഞുകൂടണമെങ്കിൽ അവർ തന്റെ ഭാര്യയുമായിട്ട് ഇണ ചേർന്നതിന് ശേഷമാണ് വരിക. കാരണം മറ്റു ടെൻഷൻ ഒന്നും ഉണ്ടാകാതിരിക്കാൻ, അവർക്ക് മറ്റു ടെൻഷൻ ഒന്നും ഉണ്ടാവരുത്. അതിനു വേണ്ടിയിട്ടാണ് ആ ഒരു ബന്ധം. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സഹാബാക്കൾ അവിവാഹിതരാകാൻ ആഗ്രഹിക്കുന്നില്ല, വിവാഹം കഴിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. വിവാഹം കഴിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു രോഗശയ്യയിൽ കിടക്കുന്ന സമയത്ത് പോലും അവർ പറയാറുണ്ടായിരുന്നു, സൗവിജൂനി, എന്നെ നിങ്ങൾ വിവാഹം കഴിപ്പിക്കണേ, എന്നെ നിങ്ങൾ വിവാഹം കഴിപ്പിക്കണേ. ഇന്നി അക്റഹു അൻ അൽഖല്ലാഹ അസിബാ, ഞാൻ അവിവാഹിതനായി അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെടുന്നില്ല. അവിവാഹിതനായിട്ട് അല്ലാഹയെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെടുന്നില്ല. മരിക്കുന്ന സമയത്ത് ഭാര്യ കൂടെ ഉണ്ടാകണമെന്ന് ആണ് അതിന്റെ അർത്ഥം. മരിക്കുന്ന സമയത്ത് ഒരു ഭാര്യ ഉണ്ടായി, ഭാര്യ നിലവിലുള്ള ഭർത്താവായിട്ട് ഞാൻ മരിക്കണം, അതാണ് എന്റെ ആഗ്രഹം. ഒന്ന് ചിന്തിച്ചു നോക്കി, എത്ര വലിയ മഹത്വമാണ്, എത്ര വലിയ ഭാഗ്യമാണ് അവർ പഠിപ്പിച്ചത്. അതാണ് ഈ കുടുംബ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച എന്താണ്? കുടുംബ ജീവിതം, ദാമ്പത്യ ബന്ധം, ജീവിതം എന്ന് പറഞ്ഞാല് നമുക്കൊരു ഇണയാണ്, ഒരു തുണയാണ്, ഒരു മനസ്സമാധാനാണ് പെണ്ണ്. മനസ്സമാധാനാണ് പെണ്ണ്. പെണ്ണുണ്ടെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ, പെണ്ണില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. അതാണ് ഒരു ആണിനും പെണ്ണിനും വേണ്ടി കൊല നടക്കുന്നത്. ലോകത്ത് ആദ്യമായിട്ട് നടന്ന കൊല എന്താ? എന്തിന്റെ പേരിലാണ്? ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാബീൽ ഹാബീലിനെ കൊന്നത് എന്തിന്റെ പേരിലാണ്? പെണ്ണിന്റെ വിഷയത്തിലാണ്. പെണ്ണിന്റെ പേരിലാണ് കൊല നടന്നത്. ലോകത്ത് ആദ്യത്തെ കൊല പെണ്ണിന്റെ പേരിലാണ് നടന്നത്. ഹാബീല് ഹാബീലിനെ ഹാബീലിന് കിട്ടേണ്ട പെണ്ണ് ഹാബീല് കെട്ടുന്ന പെണ്ണ് ഹാബീല് മോഹിച്ചു. ഹാബീലിന്റെ പെണ്ണിന് സൗന്ദര്യം കുറവ്, ഹാബീലിന്റെ പെണ്ണിന് സൗന്ദര്യം കൂടുതൽ. പെണ്ണിനെ കെട്ടാൻ അദ്ദേഹം ആഗ്രഹിച്ചു, പക്ഷെ നടന്നില്ല. അതിന്റെ പേരിലാണ് കൊല ആദ്യം നടന്നത് ലോകത്ത്. ചിന്തിച്ചു നോക്കി, അല്ല പള്ളി പൊളിച്ച് അമ്പലം പൊളിച്ചതിന്റെ പേരിലല്ല കൊല നടന്നത് ലോകത്ത്. ലോകത്ത് ആദ്യത്തെ കൊല നടന്നത് ലവ്. ഇപ്പോഴും നടക്കുന്ന കൊല എന്താ? അതിന്റെ പേരിലാണ്. സ്നേഹത്തിന്റെ പേരിൽ, ലവിന്റെ പേരിലാണ് ഉപ്പയെ കൊന്നുകളയും, ഉമ്മയെ കൊന്നുകളയും. അതാണ് ഞാൻ നേരത്തെ ഓതിയ ഹദീസ്. അഖ്സാ അബാഹു വഅദ്നാ സദീഖഹു, മാതാപിതാക്കളെ കൊന്നുകളയുക, തള്ളിക്കളയുക, അവഗണിക്കുക. തന്റെ ഫ്രണ്ട്സിനെ, കൂട്ടുകാരിയെ, കൂട്ടുകാരനെ, ലവ്വറിനെ അടുപ്പിക്കുക. ഒരു കാമുകനെ സ്നേഹിക്കുന്നതിനേക്കാളും ഒരു സ്നേഹം ഒരു പെണ്ണ് ഉമ്മയെ സ്നേഹിക്കാറില്ല, ഉപ്പയെ സ്നേഹിക്കാറില്ല. ഒരു കാമുകി സ്നേഹിക്കുന്നത് തന്റെ കാമുകനെയാണെങ്കിൽ ഉപ്പാക്കും ഉമ്മാക്കും ആ സ്നേഹത്തിൽ ഒരു പങ്കുമില്ല. ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടാണ്? ഒരു കാമുകിയോട് ചോദിച്ചു, ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടാണ്? പാപ്പ എന്ന് പറയൂല അവള്, ഉമ്മ എന്ന് പറയൂല അവള് ഉമ്മ ഉപ്പയോടാണ് എനിക്ക് സ്നേഹം. അതിനുശേഷമാണ് എന്റെ അഫയറിനോട്, എന്റെ കാമുകനോടെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ സ്വർണം വാങ്ങിച്ചുതരാം, നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് പറയും, നിങ്ങൾക്ക് മഹറിനുള്ള സ്വർണ്ണം ഞാൻ വാങ്ങിച്ചുതരാം. ഒരു പെണ്ണും പറയില്ല. കാരണം എന്താ? കാമുകനാണ് ഇഷ്ടം. അങ്ങനെ വാപ്പായുടെ സ്ഥാനമാണ്, വാപ്പാക്കാണ് സ്ഥാനം. കാമുകനേക്കാൾ വാപ്പാക്കാണ് സ്ഥാനമെങ്കിൽ വാപ്പ പറയുന്ന ആളിനെ ചെക്കനെ കെട്ടുള്ളൂ പെണ്ണ്. ഉപ്പ പറയുന്നത് പോലെ കല്യാണം നടക്കുള്ളൂ. ഒരിക്കലും അല്ല. പെണ്ണ് പറയുന്ന വഴിക്ക് വാപ്പ നിൽക്കണം. അതാണ് ഇന്നത്തെ കാലഘട്ടം. ഉപ്പ പറയുന്നതിന് സ്ഥാനമില്ല.
പിന്നെ നമ്മൾ അങ്ങ് സമ്മതിച്ചു കൊടുക്കുകയാണ്. ഒരു കൊല നടക്കാതിരിക്കാൻ, ഒരു ആത്മഹത്യ ഉണ്ടാകാതിരിക്കാൻ, കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ അങ്ങ് സമ്മതിച്ചു കൊടുക്കലാണ്. അതുകൊണ്ട് സ്നേഹം ഏറ്റവും കൂടുതൽ ആരോടാണ്? തന്റെ ഇണയോടാണ്. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ നബിതങ്ങൾ പറഞ്ഞത്, ഇദാ താകും മൻ തർലൗന ദീനഹു വഖുലുഖഹു ഫസൗജു. ഇന്ന് പ്രേമം അധികരിക്കുന്ന ഒരു കാലഘട്ടമല്ലേ? 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഹദീസ് പഠിപ്പിച്ചത്. അതുകൊണ്ട് മാതാപിതാക്കളെ, ഈ ഹദീസ് നിങ്ങളൊന്ന് കേൾക്കണേ, അത് വിലയിരുത്തി നിങ്ങൾ പ്രവർത്തിക്കണം കേട്ടോ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഇദാ അതാകും മൻ തർലൗന ദീനഹു വഖുലുഖഹു ഫസൗജു. ഒരു പ്രേമം നടന്നു, കല്യാണ ആലോചന നടത്തി, കല്യാണം രണ്ടുപേരുടെ പ്രേമിച്ച് ഇഷ്ടപ്പെട്ടു. അവരൊരിക്കലും അങ്ങോട്ട് ഒഴിവാകാൻ ഒരു പ്ലാൻ ഇല്ല. എന്ത് ചെയ്യണം? പോയിട്ട് ആലോചിക്കും. പെണ്ണിന്റെ ഉപ്പ പോയിട്ട് ചെക്കന്റെ കുടുംബക്കാരോട് ആലോചിക്കണം. ദീനനുസരിച്ചുള്ള ജീവിതമാണ്. അൽഹംദുലില്ലാഹ്, ചെക്കൻ കൊള്ളാൻ, കുഴപ്പമൊന്നുമില്ല, നല്ല സ്വഭാവക്കാരനാണ് എങ്കിൽ പെണ്ണിന്റെ ഉപ്പ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം. അതാണ് ഏറ്റവും ഹക്ക്. ഫസൗവിജൂ, വിവാഹം കഴിപ്പിച്ചു കൊടുക്കണേ. വഇല്ലാ തകുൻ ഫിത്നതുൻ ഫിൽ അർളി വഫസാദുൻ അരീം. അങ്ങനെ നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാതിരുന്നാൽ വലിയ ഫസാദ് ഭൂമിയിൽ ഉണ്ടാകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. യോജിച്ചവരെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാതിരുന്നാൽ ഫസാദ് ഉണ്ടാവാതെ നബിതങ്ങൾ പറഞ്ഞത് ചെറുതാണോ? ഒന്നുകിൽ അവർ തമ്മിൽ ഒളിച്ചോടും, ഇല്ലെങ്കിൽ വാപ്പായെ കൊല്ലും, ഉമ്മയെ കൊല്ലും, കൊല നടക്കും, ഫസാദ് ഉണ്ടാവും. നബിതങ്ങൾ പറഞ്ഞ അതല്ല ഉദാഹരണം പറഞ്ഞോ. നിങ്ങളെല്ലാരും ഈ ബാക്കിൽ പോയിരുന്നല്ലോ. ട്രംപ് കണ്ടോണ്ടിരിക്കാൻ വേണ്ടി പ്രസംഗമല്ല. ട്രംപ് നിങ്ങളെയൊക്കെ ഒന്ന് കാണട്ടെ. അതാണ് കുടുംബജീവിതം പറഞ്ഞിട്ട് ഞാൻ സെൻസർ ചെയ്തിട്ട് പ്രസംഗിക്കുന്നുള്ളൂ. എമ്പുരാൻ സെൻസർ ചെയ്തതുപോലെ ഞാൻ തമ്പുരാന്റെ വാക്കുകൾ സെൻസർ ചെയ്തിട്ടാണ് പറയാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് കുഴപ്പമില്ല, അതുകൊണ്ട് ആരും പേടിക്കൊന്നും വേണ്ട. കുടുംബജീവിതം പറയുമ്പോൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് കാക്കാമാര് കാരണവന്മാരെല്ലാം മാറിയിരിക്കും. കാര്യം അങ്ങനെ പറയേണ്ട വിഷയം പറയുന്നാലേ പറയുള്ളൂ, അല്ലെങ്കിൽ പറയില്ല. പേടിക്കൊന്നും വേണ്ട. കാര്യങ്ങൾ പറഞ്ഞു തരാണ്, മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അതാണ് നമുക്ക് ഇന്നത്തെ കുടുംബം പ്രശ്നങ്ങളാണ്. അല്ലെ, കുടുംബം സ്നേഹിച്ച് കല്യാണം കഴിച്ച കുടുംബങ്ങളെല്ലാം പ്രശ്നങ്ങളാണ്. നിങ്ങൾക്കറിയോ? ഉദാഹരണം ഞാൻ പറഞ്ഞു, എത്ര എണ്ണം വേണം ഞാൻ പറഞ്ഞു. അതാ ആദ്യത്തെ ആ ഒലിപ്പില് കബൂലാവും. പിന്നെ 2 വർഷം കഴിയുമ്പോൾ ഇത്രയേ ഉള്ളൂ, എല്ലാം ഉള്ളി തൊലിച്ചതുപോലെ ഉണ്ടായിരുന്ന കളിയാ. ഇത് അകത്തെന്തോ വരുന്നപ്പോ എന്തോ സ്വർണ്ണാണ്, കനിയാണ്, അതാണ് ഇതാണെന്നൊക്കെ. ചക്കര എല്ലാം നമ്മൾ പറഞ്ഞ അവസാനം കൊണ്ടുവന്ന് ഉരിച്ചു നോക്കിയപ്പോ പഴയ സാധനം തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഫോണൊന്നും വിളിച്ചാൽ കിട്ടൂല. പിന്നെ ഫോണൊക്കെ വിളിച്ചാൽ എപ്പോഴും ബിസി. തിരിച്ചു വിളിക്കുമ്പോ അല്ല, ഞാൻ അങ്ങോട്ട് വരൂലേ, ഞാൻ വേറെ കമ്പനിയാണ്, നീ തന്നെ ഇപ്പൊ വിളിക്കുന്നത്. പിന്നെ കല്യാണത്തിന് അതിന് മുമ്പ് കല്യാണം എല്ലാം കഴിഞ്ഞപ്പോ പിന്നെ വൈബ്രേഷൻ കൂടി. അതെന്താ ദേഷ്യപ്പെടുന്നത്? കല്യാണത്തിന് മുമ്പ് നിന്നെ കിട്ടുമോന്ന് എനിക്ക് പ്രതീക്ഷയില്ല, അതുകൊണ്ടാണ് പൊന്നെ, തങ്കമേ, കരളെ, ചക്കരയെ. ഇപ്പൊ കല്യാണം കഴിഞ്ഞു, എന്റെ സ്വന്തമായി, എന്റെ പുറേ തന്നെ ഉണ്ടാവും. നീ എവിടേക്ക് പോനാ അവിടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് മുണ്ടാണ്ട് ഞാൻ വരും. അറസ്റ്റ് ചെയ്യും. ഇത്രയേ ഉള്ളൂ വിവാഹം. കല്യാണം കഴിഞ്ഞിട്ട് സ്നേഹിക്കണം, പ്രേമിക്കണം, അതിനാണ് റാഹത്തുണ്ടാവുക. ഇത് കല്യാണത്തിന് മുമ്പ് പ്രേമിച്ച് ഉള്ള എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എല്ലാ സ്നേഹത്തിന്റെ വാക്കുകളും പറഞ്ഞു കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞാൽ ഇനി പറയാനൊന്നുമില്ല. കല്യാണം കഴിഞ്ഞാൽ എന്താ പറയാ? ഉള്ളത് മൊത്തം നേരത്തെ തീർത്തില്ലേ? ഇനി എന്താ പറയാനുള്ളത്? നമുക്ക് ഗ്യാസ് സ്റ്റൗ വാങ്ങണോ, ഒരു സിലിണ്ടർ വാങ്ങണോ,
നമ്മുടെ അടുപ്പിൽ പുക മുകളിലോട്ട് പോകുന്ന ഒരു പുതിയ സിസ്റ്റം ഉണ്ട്, അത് വാങ്ങണം. അടുത്ത പരിപാടി അതേ ഉള്ളൂ. ഇതൊന്നും നേരത്തെ കല്യാണത്തിന് മുമ്പ് ചർച്ചയില്ല. കല്യാണത്തിന് മുമ്പ് ഇതൊന്നും ചർച്ചയില്ല. കല്യാണത്തിന് ശേഷമുള്ള ചർച്ചകൾ ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, കല്യാണത്തിന് ശേഷം സംസാരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് പ്രാക്ടീസ് ചെയ്യണം. അതാണ് നമുക്ക് ഏറ്റവും വലിയ സ്നേഹത. ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരു ഭർത്താവിനോട് സംസാരിക്കണം. ഇച്ഛ ഒരു ഭാര്യ ഇഞ്ഞയോട് സംസാരിക്കണം. അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഒരു ഭാര്യയുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം അതാണ്. നിങ്ങൾ ശാരീരിക ബന്ധമല്ല, അത് ഹല്ലി വല്ലി, അതൊക്കെ ചുമ്മാ മുഴുത്തരുന്ന അതവിടെ ഇരിക്കട്ടെ. അത് ഇടയ്ക്ക് വന്നു പോകുന്ന കാര്യങ്ങൾ. ശാരീരിക ബന്ധത്തെക്കാൾ ഏറ്റവും കൂടുതൽ മാനസിക ബന്ധമാണ്. ബാല്യക്കാരിയായിരുന്നില്ലേ, അവരുടെ ജീവിതത്തിൽ എത്ര പ്രാവശ്യമായിരിക്കും ശാരീരികമായി ബന്ധം നടന്നത്. എന്നാൽ നബി തങ്ങളുടെ ഭാര്യയായ ആയിഷ ബീവി 18-19 വയസ്സാകുമ്പോ ലോകത്തിന്റെ പ്രവാചകൻ വിട പറഞ്ഞു പോയെങ്കിൽ 65 വയസ്സിലാണ് മഹദിയായ ആയിഷ ബീവി ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നത്. ആ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പോലും പറയുമായിരുന്നു, എന്റെ കുടുംബ ജീവിതത്തിൽ മാധുര്യമായിരുന്നു, ആനന്ദമായിരുന്നു, സന്തോഷമായിരുന്നു, സമാധാനമായിരുന്നു. ആ കുറഞ്ഞ കാലയളവ് ജീവിതത്തിൽ അവർക്ക് അല്ലാഹുവിന്റെ റസൂൽ സന്തോഷം കൊടുത്തു. അതാണ് ഏറ്റവും വലിയ കാര്യം. ഉള്ള സമയത്ത് നമ്മൾ കൂടുതൽ സന്തോഷം കൊടുക്കണം ഭാര്യയ്ക്ക്. പക്ഷെ ഭാര്യ ആവുന്നതിന് മുമ്പ് നമ്മളുള്ള സന്തോഷം മൊത്തം ഭാര്യ കൊടുത്താൽ ഭാര്യ ആയതിനു ശേഷം എവിടെ കൊടുക്കാനാണ്? അതുകൊണ്ടാണ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത്, ഇന്ന മിൻ നിഅമില്ലാഹി അലയ്യ أن النبي صلى الله عليه وسلم توفي في بيتي وبين سحري ونحري وجعل بين ريقي وريقي. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എനിക്ക് ചെയ്ത അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹം ഏതെന്ന് പറയട്ടെ. എന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി തങ്ങൾ എന്റെ നെഞ്ചിൽ കിടന്നിട്ടാണ് വഫാത്തായത്. 18ന്റെ പൊന്നുമോള്, 19ന്റെ പൊന്നുമോള്, മഹദിയായ ചെറുപ്പക്കാരിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്ന വാക്കാണ്, ആദരവായ റസൂലുള്ളാഹി തങ്ങൾ 63 വയസ്സിൽ വഫാത്താകുമ്പോ 20 വയസ്സുകാരിയായ ആയിഷ ബീവിയുടെ നെഞ്ചിൽ കിടന്നിട്ടാണ് വഫാത്താകുക. ആ ആയിഷ ബീവി സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ പറയുന്ന വാക്കാ, ഇന്ന മിൻ നിഅമില്ലാഹി അലയ്യ, അല്ലാഹു എന്റെ മേൽ ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാ, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം തുവഫിയ ഫീ ബൈതി, എന്റെ വീട്ടിൽ വെച്ചിട്ടാണ് എന്റെ ഹബീബ് വഫാത്തായത്. വതുഫിയ ഫീ യൗമി, എന്റെ ദിവസത്തിലാണ് നബി തങ്ങൾ വഫാത്തായത്. വബൈന സഹരി വനഹരി, എന്റെ നെഞ്ചിൽ കിടന്നിട്ടാ ലോകത്തിന്റെ പ്രവാചകൻ വഫാത്തായത്. മാത്രമല്ല വജഅല ബൈന റീഖി വരീഖിഹി, എന്റെ ഉമിനീരും നബി തങ്ങളുടെ ഉമിനീരും അല്ലാഹു യോജിപ്പിച്ചത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. മഹദിയായ ആയിഷ ബീവിയാണ്. 20 വയസ്സിന്റെ ഉള്ളിലുള്ള ആയിഷ ബീവിക്ക് 63 വയസ്സുള്ള നബി തങ്ങൾ സന്തോഷം പകർന്നു കൊടുത്തത് കൊണ്ടല്ലേ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ വഫാത്താകുന്ന സമയത്ത് പോലും എന്റെ ഹബീബ് എനിക്ക് ചെയ്ത അനുഗ്രഹം ചെറുതല്ല. ഖദീജ റളിയല്ലാഹു തആല അൻഹ 65ാമത്തെ വയസ്സിൽ വഫാത്താകുമ്പോൾ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ അവരെ വിവാഹം കഴിച്ചത് നമുക്കറിയാലോ. 25 വയസ്സ് പ്രായമുള്ള മുത്തുനബി, 40 വയസ്സുള്ള ഉമ്മയായ ഖദീജ, നമ്മുടെ ഉമ്മയായ ഖദീജ, ആ ഖദീജ ബീവിയെ അല്ലേ വിവാഹം കഴിക്കുന്നത്. 25 വർഷക്കാലയളവില് ഖദീജ ബീവിയോടൊപ്പം നബി തങ്ങൾ സന്തുഷ്ടമായ ദാമ്പത്യ ജീവിതം നയിച്ചെങ്കിൽ ആ ഖദീജ ബീവി ലോകത്ത് നിന്ന് വിട പറയുന്നത് വരെ അല്ലാഹുവിന്റെ റസൂൽ മറ്റൊരു വിവാഹത്തെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല. അത്രത്തോളം സ്നേഹമാണ് ഖദീജ ബീവി നബി തങ്ങൾക്ക് നൽകിയത്. നബി തങ്ങൾ ഖദീജ ബീവിക്ക് നൽകിയതും അത്രത്തോളം സ്നേഹമായിരുന്നു. നബി റസൂലുള്ളാഹി തങ്ങൾക്ക് നബുവത്ത് വരുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ഭയന്ന് വിറച്ചു പോയപ്പോ ഖദീജ റളിയല്ലാഹു തആല അൻഹ എന്ന തരുണിയല്ലേ നബി തങ്ങളെ സമാശ്വസിപ്പിച്ചത്. നബി തങ്ങളെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, കല്ലാ
യുഖ്സിക അല്ലാഹു അബദാ. നബിയേ പേടിക്കരുതേ, വിഷമിക്കരുതേ, പ്രയാസപ്പെടരുതേ, ദുഃഖിക്കരുത് കേട്ടോ. അല്ലാഹു നിങ്ങളെ നിന്ദിക്കുകയില്ല, വേദനിപ്പിക്കുകയില്ല. ഒരു ഭർത്താവ് വേദനയോടെ ടെൻഷൻ അടിച്ച് പ്രയാസപ്പെട്ട് വീട്ടിലേക്ക് കടന്നു വരുമ്പോ ചേർത്ത് പിടിച്ചിട്ട് സന്തോഷത്തിന്റെ ഒരു വാർത്ത പറയുന്ന ഭാര്യയാണ് യഥാർത്ഥത്തിൽ നല്ല ഭാര്യ കേട്ടോ. ആ കുടുംബമാണ് സന്തുഷ്ടമായ ദാമ്പത്യ കുടുംബം. അതല്ലാതെ ടെൻഷൻ അടിച്ചു വരുന്ന ഭർത്താവിനെ നോക്കിയിട്ട് ഭാര്യ ദേഷ്യപ്പെടുകയാണ്, ചൊടിക്കുകയാണെങ്കിൽ അത് സന്തുഷ്ടമായ കുടുംബമല്ല, സന്തുഷ്ടയായ ഭാര്യയുമേ അല്ല. ആദരവായ റസൂലുള്ളാഹി തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹയുമായി കടന്നു വരുമ്പോ ബഹുമാനപ്പെട്ട നബി തങ്ങൾ ഭയന്ന് വിറച്ചു പോവുകയാണ്. ജിബ്രീലിനെ കാണുകയാ. 550 ചിറകുകളുള്ള ജിബ്രീൽ ഇറങ്ങി വരികയാണ്. അല്ലാഹുവിന്റെ സന്ദേശവുമായി ഇറങ്ങി വരുമ്പോ ഉത്തരവാദിത്വം എങ്ങനെയാണ് നിർവഹിക്കുക റബ്ബേ? അങ്ങനെ പേടിച്ച് വിറച്ചു പോയ ബഹുമാനപ്പെട്ട നബി തങ്ങൾ ഓടിപ്പോയിട്ട് ഖദീജയെ സമീപിച്ചിട്ട് പറഞ്ഞില്ലേ, ദത്തിറൂനി സമ്മിലൂനി യാ ഖദീജ. ഖദീജേ, ആ മൂടുപടമിട്ട് എന്നെ ഒന്ന് മൂടി പുതയ്ക്കണേ. വല്ലാണ്ട് പേടിച്ചു പോയി ഞാൻ കേട്ടോ. ഉടനെ ഖദീജ ബീവി എന്താണ് സംഭവിച്ചതെന്നൊന്നുമല്ല ചോദിച്ചത്. ഖദീജ ബീവി പറഞ്ഞു, സമാധാനമായി കിടന്നുറങ്ങ് ഹബീബേ. ഒരു ഭർത്താവ് ടെൻഷൻ അടിച്ച് വീട്ടിലേക്ക് വരുമ്പോ അവളെ അദ്ദേഹത്തെ ടെൻഷൻ അടിപ്പിക്കുന്ന ഭാര്യയല്ല യഥാർത്ഥ ഭാര്യ. വള്ളത്തിൽ പോയി മീൻ കിട്ടിയില്ല, ടെൻഷൻ അടിച്ച് വരുമ്പോ ഭാര്യ മീൻ കിട്ടിയില്ലേ, നിങ്ങളുടെ സ്വഭാവം കൊണ്ടാ മീൻ കിട്ടാത്തത് എന്ന് പറഞ്ഞിട്ട് കുടിക്കുന്നവളല്ല ഭാര്യ. ശരി പോട്ടെ ഈച്ച, നാളെ കിട്ടും, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, അല്ലെങ്കിൽ മറ്റേ നാളെ കിട്ടും, ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞ് സന്തോഷിപ്പിക്കുന്ന ഭാര്യയാണ് യഥാർത്ഥത്തിൽ സാലിഹത്തായ ഭാര്യ. അങ്ങനെ ഒരു ഭാര്യയായിരുന്നു നബി തങ്ങൾക്ക് ആദ്യമായി കിട്ടിയത്. ആ ഭാര്യയുടെ പേരാണ് ഖദീജത്ത് ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു തആല അൻഹാ. ഏറ്റവും ടോപ്പ് നല്ല ഭാര്യ. 25 വർഷം കുടുംബജീവിതം നയിച്ചു. ഛേ എന്നൊരു വാക്ക് സംസാരിച്ചിട്ടില്ല, ഭർത്താവിനെ നോക്കിയിട്ട് ചോദിച്ചിട്ടില്ല, ദേഷ്യപ്പെട്ടിട്ടില്ല. 25 വർഷം വരെ. നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് ഇന്നേ വരെ ദേഷ്യപ്പെടാത്ത ഭാര്യ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഭർത്താവ് കൈവക്ക്. ഇതുകൊണ്ട് വരണം. 25 വർഷം നമ്മളിപ്പോ കല്യാണം കഴിച്ചു. എനിക്ക് പറയാൻ പറ്റില്ല, നമ്മളെപ്പോഴും ജോഡിയാ, പറഞ്ഞിട്ട് കാര്യമില്ല. 25 വർഷം നബിയുന റസൂലുള്ളാഹി തങ്ങൾ ഖദീജ ബീവിയെ കല്യാണം കഴിച്ചു ജീവിച്ചു. 25 വർഷത്തിൽ ഒരു പ്രാവശ്യം പോലും ദേഷ്യപ്പെട്ടിട്ടില്ല. ഒരു പ്രാവശ്യം. ഖദീജ റളിയല്ലാഹു തആല ഹിന്ദ് 2 മക്കളുണ്ട് വേറെ കല്യാണത്തിൽ. ഖദീജ ബീവിയെ വേറെ വിവാഹം കഴിച്ചതിൽ 2 മക്കളുണ്ട്. ആ മക്കളുടെ ഹിന്ദ്. നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ പേര് ഹിന്ദ്. ഹിന്ദ് എന്ന് പറഞ്ഞാൽ നല്ല സ്മെല്ല് എന്നാണ്, നല്ല മണം എന്നാണ്, സുഗന്ധം എന്നാണ് ഇതിന്റെ അർത്ഥം. ഇന്ത്യ രാജ്യത്തിന്റെ പേര് ഹിന്ദ്. നമ്മുടെ പേരെ എടുത്തിട്ടിരിക്കുന്ന ഹിന്ദ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇവിടെ നാട്ടിൽ പയിക്കാൻ നോക്കുകയാണ്. നമ്മുടെ പേരാണ് ഹിന്ദ്. ഖദീജ റളിയല്ലാഹു മക്കളുടെ പേര് ഹിന്ദ്. അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യയുടെ പേര് ഹിന്ദ്. ഹിന്ദ് റളിയല്ലാഹു തആല അൻഹ എന്ന ഒരു സഹാബത്ത് ഉണ്ടായിരുന്നില്ലേ? അപ്പൊ ഹിന്ദ് ഖദീജ ബീവിയുടെ ആദ്യത്തെ വിവാഹത്തിലെ മക്കളായിരുന്നു എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ നബിയിൽ നിന്ന് 6 മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. 7 മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല, 4 ആണും 3 പെണ്ണും. 4 പെണ്ണും 3 ആണ്. 4 പെണ്ണ് 3 ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ ഖദീജ ബീവിക്ക് നൽകി. ബാക്കി ഒരു ഭാര്യയിലും മക്കളില്ല. മാരിയത്തുൽ ഖിബ്തിയ റളിയല്ലാഹു തആല അത് ഒരു അടിമ പെണ്ണാണ്. അതൊരു അടിമ പെണ്ണ്. അതിലൊരു കുട്ടിയുണ്ട്. അതും കൂടെ ചേർത്തിട്ടാണ് 7. സോറി, അപ്പൊ 4 2 6. ഖദീജ റളിയല്ലാഹു തആലക്ക് 4 പെണ്ണ് 2 ആണ്, 6 മക്കള്. മാരിയത്തുൽ ഖിബ്തിയയിൽ ഒരു ആൺകുട്ടി. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 7 മക്കൾ. അപ്പൊ ഖദീജ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 4 2 6 മക്കളുണ്ടെങ്കിൽ നബി തങ്ങൾ ഹയാത്തോടു കൂടി ഇരിക്കുമ്പോൾ തന്നെ 5 മക്കളും വഫാത്തായി.
5 മക്കളും മരണപ്പെട്ടു പോയി. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ മാത്രമാണ് ബാക്കിയായത്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ഒരു 6 മാസം കഴിഞ്ഞ് ഫാത്തിമ ബിബി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. അപ്പോൾ ഖദീജ റളിയല്ലാഹു തആല അൻഹ തൻഹയുടെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായുള്ള കുടുംബ ജീവിതത്തിൽ ഒരിക്കൽ പോലും അവര് തമ്മിൽ വഴക്കുണ്ടാക്കിയിട്ടില്ല, ചൊടിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്. നമുക്ക് നടക്കുമോ? ഇതായിരുന്നു നബിയുടെ കുടുംബ ജീവിതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ ജീവിതം കേൾക്കണം. അത് ഇരുന്ന് തന്നാ പറഞ്ഞു തരാം. ഭയങ്കര രസമാണ് സംഭവം. ഒന്നിലധികം ഭാര്യമാരെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയ നബിതങ്ങൾ നമുക്കിപ്പോ ഒന്നിനെ കൊണ്ടുപോകാൻ അത് ബുദ്ധിമുട്ടാണ്. പിന്നെയാണ് അടുത്തതിനെ നമ്മൾ തിരയുന്നത്. ഈ അടുത്ത സമയത്ത് ഞാൻ യാത്ര ചെയ്തപ്പോൾ ഒരു ചങ്ങാതി ഫോൺ വിളിച്ചു സംസാരിച്ചു. എന്റെ കൂടെ വന്ന ഡ്രൈവറിനോട് വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന ചങ്ങാതിയോട് സംസാരിക്കുകയാണ്. അപ്പോൾ ആൾ പറഞ്ഞു, ഉസ്താദ് 2 പെണ്ണ് കെട്ടിയ ആളായി വിളിക്കുന്നു എന്ന് പറഞ്ഞു. 2 പെണ്ണ് കെട്ടിയ? അതെ, ഒന്ന് കണ്ണൂരിൽ നിന്ന്, ഒന്ന് പടുക്കലിൽ നിന്ന്. അപ്പൊ അയാൾ പറയാം, ഫോൺ വിളിച്ചിട്ടപ്പോ ഞാൻ 2 പെണ്ണുകളെ കിട്ടിയ മാഷാ അല്ലാഹ്. ഞാൻ അയാളെ ആശംസിച്ചു. അല്ലാഹ് ഉസ്താദേ, ഞാൻ കരിമ്പ് ജ്യൂസിന്റെ മിഷ്യൻ പോലെയാണ്. അവിടുന്ന് കുറച്ച് അവള് പിഴിയും, ഇവിടുന്ന് കുറച്ച് പിഴിയും. അവിടുന്ന് കരിമ്പ് ജ്യൂസ് കരിമ്പെടുത്ത് വെച്ചിട്ട് വെച്ച് കൊടുത്ത് പിഴിഞ്ഞേ ആ ജ്യൂസ് മിഷ്യനായി ഞാൻ ആകെ തകർന്നു. ഭയങ്കര ഇതിനോട് പറയാം, ഞാൻ സബർ പഠിച്ചു ഉസ്താദേ. ഞാൻ ഭയങ്കര ദേഷ്യപ്പെടുന്ന ആളായിരുന്നു. എനിക്കിപ്പോ ഭയങ്കര സബർ അല്ലാഹു തന്നു. ഈ 2 കല്യാണം സബറാക്കിയല്ലേ പറ്റൂ. എല്ലാവർക്കും 2 എണ്ണം കെട്ടണമെന്ന് മോഹമുണ്ട്, ആഗ്രഹമുണ്ട്. അല്ലാഹ് കബൂലാക്കി കൊടുക്കട്ടെ. എന്താ നിങ്ങൾ ആമീൻ പറയാത്ത? ചിലതിൽ ആമീൻ പറയാത്ത. ഒന്ന് പരിശോധിച്ച് നോക്കിയത് ആരെങ്കിലും ആമീൻ പറയുന്നുണ്ട്? ചുണ്ടിൽ നോക്കിയിട്ടാണ് ഞാനിങ്ങനെ അല്ലാഹ് കബൂലാക്കി കൊടുക്കട്ടെ. ആരും മുണ്ടുന്നില്ല. പെണ്ണുങ്ങന്മാർ അവിടെ നോക്കിട്ട് രാത്രി കൂടെ ചോദിക്കും, നിങ്ങൾ ആമീൻ പറഞ്ഞില്ല? നിങ്ങൾ ആമീൻ പറഞ്ഞില്ല? ഞാൻ ഇപ്പൊ നോക്കും, നെറ്റ് എടുത്ത് വെച്ച് നോക്കും. നിങ്ങൾ ആമീൻ പറഞ്ഞു? ചുണ്ട് അപ്പൊ ഒന്നിനെ കൊണ്ടുപോകേണ്ട വലിയ പാടല്ല. നബിതങ്ങളെ പഠിപ്പിച്ച് കാണിച്ചു തന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് കാണിച്ചു തന്നു, എങ്ങനെയാണ് വിവാഹം കഴിച്ച് അവരുമായിട്ട് എങ്ങനെ കഴിച്ചുകൂടിയെന്നുള്ളത്. ഖദീജ റളിയല്ലാഹു തആല 25 വർഷം ജീവിച്ചു. ഖദീജ ബീവിക്ക് ഒരു ഓഫർ അല്ലാഹു നൽകി. എന്ത് ഓഫർ എന്നറിയോ? ഒരിക്കൽ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഇരിക്കുമ്പോ ഖദീജ ബീവിയെ കുറിച്ചൊരു സന്തോഷ വാർത്തയുമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരികയാണ്. നബിയേ, ഗാർഹിറായിൽ വിശ്രമിക്കുന്ന ഖദീജ ബീവിക്ക് വേണ്ടി അല്ലാഹു സലാം അറിയിച്ചിരിക്കുകയാണ്. നബിയേ, തങ്ങളുടെ ഭാര്യമാരിൽ അല്ലാഹു സലാം അറിയിച്ച 1-2 ഭാര്യമാരുണ്ട്. അതിലൊന്ന് ഖദീജ, ഒന്ന് ആയിഷ റളിയല്ലാഹു തആല സലാം അറിയിച്ചു. അല്ലാഹുവിന്റെ സലാം പറയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് സലാം പറഞ്ഞിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഖദീജയാണ് അവിടുത്തെ ഭാര്യ. അവളിതാ കടന്നു വരും കേട്ടോ. അവളുടെ കയ്യിൽ ഭക്ഷണത്തിന്റെ പാത്രമുണ്ട് കേട്ടോ. അതിൽ ഭക്ഷണമുണ്ട് നബിയേ. അവൾ കടന്നു വരുമ്പോ ഫബശ്ശിർഹാ, അവൾക്ക് സലാം ചൊല്ലിയതിനു ശേഷം ഫബശ്ശിർഹാ ബിബൈത്തിൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം ഒരു സന്തോഷ വാർത്ത അറിയിക്കണേ നബിയേ. സ്വർഗ്ഗത്തിൽ ഒറ്റ മാണിക്യം, ഒറ്റ മുത്തിനാലുള്ള കൊട്ടാരം. ഒരു ഒച്ചപ്പാടില്ലാത്ത, ബഹളമില്ലാത്ത, ടെൻഷനില്ലാത്ത ഒരു ഭവനത്തെ കൊണ്ടൊരു സന്തോഷ വാർത്ത അറിയിക്കണേ നബിയേ. മുത്തിനാലുള്ള കൊട്ടാരം അല്ലാഹു ഖദീജ ബീവിക്ക് സമ്മാനിച്ചിരിക്കുന്നു എന്ന് സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കുകയാ. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അറിയിച്ചു കൊടുക്കുകയാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുകയാണ്, എന്താണ് കാരണമെന്നറിയോ? ഖദീജ 25 വർഷം കാലയളവില് ഖദീജ റളിയല്ലാഹു തആല അൻഹയ്ക്ക് അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം കൊടുക്കാനുള്ള കാരണം ലം തർഫഅ സൗതഹാ അല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമൻ ഇലാ യൗമിൻ ദഹ്റൻ ഇലാ ദഹ്രി. ഒരു ദിവസം പോലും, ഒരു കാലത്തിൽ പോലും
സെക്കൻഡിൽ പോലും 25 വർഷത്തെ കാലയളവിൽ ഒരിക്കൽ പോലും നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ നോക്കിയിട്ട് മഹദിയായ ഖദീജ റളിയല്ലാഹു തആല അൻഹാ ശബ്ദമുയർത്തി സംസാരിച്ചിട്ടേ ഇല്ല. 25 വർഷ കാലയളവിൽ നബി തങ്ങളെ നോക്കിയിട്ട് ശബ്ദമുയർത്തി സംസാരിക്കാത്ത ഒരൊറ്റ കാരണത്താൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖദീജ ബീവിക്ക് സ്വർഗ്ഗത്തിൽ ഒറ്റ മുത്തിനാലുള്ള കൊട്ടാരം നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി